ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി നിരപരാധിയായ ഒരു ആള് മരണപ്പെട്ടിട്ട് അയാള് സത്യം പുറത്തുവിടാണ്ട് അത് വഞ്ചന കാണിച്ച ഒരു ഡോക്യുമെന്റ്സ് കാണിച്ചല്ലോ ആ ഡോക്ടർ ഇത് നവീൻ സാറിനെ കുറിച്ചില്ല ഞാൻ പറഞ്ഞതിന് ശേഷം ആ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കുന്നത്. അതായത് ഞാൻ പറയുന്നത് ആ ഡോക്ടറെ അവിടെ ശ്രീജിത്ത് ഡോക്ടർ ഈ വെളിപ്പെടുത്തിയ ഡോക്ടറും രണ്ടാളുണ്ട്. അപ്പൊ അവര് ഈ രണ്ടാൾ മാത്രമല്ല അതിനേക്കാൾ സീനിയർ ആയിട്ട് ഒരാളും കൂടി ഉണ്ടല്ലോ. അപ്പൊ ഇവര് ഈ ചെയ്തു പോയ എല്ലാ തട്ടിപ്പിന്റെയും അതായത് പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢിയാക്കിക്കൊണ്ട് അവിടുന്ന് ചെയ്ത എല്ലാ പോസ്റ്റ്മോർട്ടത്തിന്റെയും തെളിവ് അയാളെ മാത്രം പോസ്റ്റ്മോർട്ടം ചെയ്താൽ മനസ്സിലാവും. എത്ര പോസ്റ്റ്മോർട്ടം ചെയ്യാണ്ട് കള്ളത്തരം കാണിച്ചു എന്ന് അയാളെ മാത്രം ഒന്ന് നാർക്കോട്ടിക്സ് ചെയ്താൽ മതി. അതാണ് ബഹുമാനപ്പെട്ട നീതിപീഠം ഏറ്റവും പെട്ടെന്ന് ഈ മനുഷ്യൻ ഇതുവരെ എത്ര പേരെ ഇതേപോലെ ആത്മഹത്യയെ കൊലപാതകത്തെ ആത്മഹത്യയാക്കി മാറ്റി അല്ലേ? അതാണ് അത് ഒരുപാട് എന്താ പറയണ്ടേ, ഇനിയെങ്കിലും സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാല് അത് സമൂഹത്തിന്റെ ഒരു വിശ്വസിച്ച് കയറി പോകാൻ പറ്റുമെന്ന് വിശ്വസിച്ച സ്ഥലം വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഏതായാലും എന്തെങ്കിലുമൊക്കെ പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ടെങ്കിൽ ദയവായി നമ്മളെ അറിയിക്കണം. വിളിച്ചതിലെ സന്തോഷം. ഇനിയും ഇവിടുത്തെ എഡിഎമ്മിന്റെ ഡ്രൈവർ എത്രയും പെട്ടെന്ന് ചോദ്യം ചെയ്തിട്ട് നാർക്കോ ടെസ്റ്റ് ചെയ്യണം. അതിന് ആഴ്ചകളും മാസങ്ങളും ആക്കാതെ എത്രയും പെട്ടെന്ന് ചെയ്യണം. അതുപോലെ ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലേന്റെ കലക്ടർ അതായത് ഒരു പാവം ഒരു നല്ല ഉദ്യോഗസ്ഥൻ അപകീർത്തിപ്പെടുത്തി അപായപ്പെടുത്തി അഭിമാനത്തെ ചെതൽപ്പിച്ചു അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് അവരന്നേരം പരിഹസിച്ച പോലെ അവിടെ നിന്ന് ആൾക്കാരെ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ നിന്ന് ഒന്നും മിണ്ടാതെ നിന്നപ്പോ അത് സമൂഹത്തിന് ഏറ്റവും വലിയ ഒരു വീഴ്ചയാണ് ആ കലക്ടർ ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിന് സപ്പോർട്ട് ചെയ്ത ആ കലക്ടർ എത്രയും പെട്ടെന്ന് നാർക്കോ ടെസ്റ്റ് ചെയ്ത് സത്യാവസ്ഥ തെളിയിക്കുന്നത്. ഇവിടെ ഒരു ജഡ്ജി എന്നതിന് നമുക്ക് എന്ത് സത്യമാണ് ഈ ഇവിടുത്തെ കലക്ടറിൽ നിന്ന് നേരം നമുക്ക് കിട്ടുക? ഇതുപോലുള്ള ഒരാൾ ഇവിടെ ഇരുന്നാല് നീതിപീഠത്തിന് ഒരു നീതിദേവത പ്രവർത്തിക്കാതെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പോ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി പറയൂ, എന്തെങ്കിലും വേറെ കാര്യങ്ങൾ. ഇപ്പൊ ദിവ്യന്റെ കാര്യം എടുത്താലും ദിവ്യക്ക് ഇതിപ്പം ഇനിയൊരു രഹസ്യാന്വേഷണമൊക്കെ നടത്തുമ്പോ കുറെ തെളിവുകൾ വരുമ്പോ വെറുതെയെങ്കിലും ഒരു ഡെമ്മി ആയിട്ട് എവിടെയെങ്കിലും ഒരു ജയിലിലുള്ള ഒരു കൊലപ്പുള്ളി വന്നിട്ട് ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവരെ ഏൽപ്പിക്കുമ്പോ അതിനു മുമ്പ് ഇവരൊക്കെ നുണപരിശോധന നടത്തുന്നതാണ്. അല്ല ഇപ്പൊ മാഡം പറയുന്നു ഇപ്പൊ ഇവര് അഥവാ CBI അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ഡമ്മികളെ ഇപ്പോഴേ തന്നെ പാർട്ടി കണ്ടുവച്ചിട്ടുണ്ടാകുമോ? അത് ഉറപ്പായിരുന്നു. എന്നുവെച്ചാല് എന്നാലും ഇവർക്ക് ദിവ്യക്കെല്ലാം മോചനം കിട്ടണ്ടെങ്കിൽ അവരങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. എന്നുവെച്ചാൽ ഇത് ഒരു ആസൂത്രിതമായിട്ട് പദ്ധതി ഇട്ടതാ. കാരണം അല്ലെങ്കിൽ ക്ഷണിച്ചില്ല എന്ന് കലക്ടർ പറയുന്നത് പിന്നെ അവിടെ വന്നിട്ട് ഒരു വേദിയിൽ അതായത് ക്ഷണിക്കപ്പെടാത്ത ഒരു വേദിയിൽ ചാനലുകാരെയും കൂട്ടി വരുമ്പോ ഇതെന്തിനാ ചാനലുകാരെ കൂട്ടിയത് അല്ലെ ഒരു വീഡിയോ എന്തിന്റെ ആവശ്യമാണെന്ന് കലക്ടർ ചോദിച്ചില്ലല്ലോ. അപ്പൊ മാഡം ഇതിനകത്തെ വേറൊരു കാര്യം കൂടെ, ഈ ചാനലുകാരെ ഇതുവരെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. ചാനലുകാര് അദ്ദേഹത്തിന്റെ മൊബൈലിലെ സോഷ്യൽ മീഡിയ വഴി മോർഫിംഗ് ഒക്കെ ചെയ്ത് എന്തൊക്കെയോ പേടിപ്പിക്കാനുള്ള രീതിയിൽ അപകീർത്തിപ്പെടുത്താൻ സ്ത്രീ വിഷയ കഥകൾ ഉണ്ടാക്കി എന്ന് അദ്ദേഹത്തിന് ഉണ്ടാവില്ല. കാരണം അത് പത്രത്തിൽ വന്നതാണ്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം കണ്ട് പേടിച്ചു എന്ന് പറഞ്ഞൊരു കള്ള പടമൊക്കെ വരച്ച്. അതെ ഇത് ഇവരെന്ത് മോർഫിംഗ് എടുത്താലും അയാള് ആ ADM സാർ എന്ന് പറഞ്ഞാല് ശ്രീരാമചന്ദ്ര പ്രഭു പിന്നെ രാവണന്റെ ഭാര്യന്റെ നിഴല് കണ്ടപ്പോ പേടിച്ചു നിൽക്കുന്ന പോലെ അദ്ദേഹം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. വളരെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനുമാണ്, മാതൃത്വമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെയുള്ളത് കൊണ്ടാണ് ഞാനിപ്പോ ഇത്രയും വിഷമിച്ചു നിൽക്കുന്നത്. എന്താന്ന് വെച്ചാല് ഒരു പെണ്ണിനെ പറ്റി നമുക്കിപ്പോ ഇവിടെ ആരെങ്കിലും ഒരാളാണെങ്കിൽ അയാളെ പറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ചാനലുകാരനെയൊക്കെ ചോദ്യം ചെയ്യണം മാഡം, തീർച്ചയായിട്ടും ചോദ്യം ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞ ചാനലിന്റെ തെറ്റ് എന്ന് പറഞ്ഞാല് ചാനലിനെ ഒരാളെ അഭിമാനത്തെ ചെതൽപ്പിച്ചിട്ട് അപകീർത്തിപ്പെടുത്തിയിട്ട് അത് ക്രിയേറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് അതേ ദിവ്യന്റെ അതേ ഇതുണ്ട് അയാൾക്കും അതേ പങ്കുണ്ട്. അതേ പങ്കുണ്ട്. എന്നുവെച്ചാൽ അതേ അഭിമാനിച്ച് അത് ഒരാള് വായുകൊണ്ട് പറഞ്ഞ കാര്യം അതുപോലെ തന്നെ അങ്ങേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരും കുടുങ്ങുമല്ലോ. അതുപോലെ തന്നെ അയാളെ പേറ്റും കേസൊന്നും എടുത്തു കാണുന്നില്ലല്ലോ. തീർച്ചയായിട്ടും അയാളെ പേര് കേസ് എടുത്തിട്ടില്ല. അതാണ് ഞാൻ ഈ വിഷയം എടുക്കാൻ കാര്യം. ഇതിനകത്തുള്ള അവരെ പറ്റി ഒന്നും കോടതിയിൽ പറഞ്ഞിട്ടേ ഇല്ല. തലശ്ശേരി കോടതിയിലൊന്നും പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ ഇതിനകത്ത് എന്ന് വെച്ചാൽ എല്ലാം ഒരു മുൻകൂട്ടിയുള്ള ഒരു റീപ്ലാനിങ്ങിലൂടെ ആയിരുന്നു എല്ലാം നടന്നത്. പക്ഷെ അവരാരും കരുതിയില്ല അല്ലെ ഇത് ഇങ്ങനെ ഒരു നീക്കം
പറഞ്ഞു പറ്റിക്കുമ്പോൾ ബോഡി ദഹിപ്പിക്കുകയൂടെ ചെയ്ത് കഴിയുമ്പോൾ പാർട്ടിയുടെ പഞ്ചാര വാക്കിൽ ഈ കുടുംബം വീഴുമെന്നൊക്കെയാണ് ഇവർ കരുതിയത്. അല്ലല്ല, കുടുംബം വീണിനല്ലോ. അഡ്വക്കേറ്റ് വീണു പോയിട്ടില്ലേ? അയാൾ ആടുന്ന് മാറ്റി തന്ത്രപൂർവ്വം ഞാനവിടെ പോയി പറഞ്ഞപ്പോ അവര് രഹസ്യമായിട്ട് ഞാൻ അകത്തു നിന്ന് പറഞ്ഞ കാര്യങ്ങൾ ജനലിനുള്ളിലൂടെ കേട്ടിട്ട് ആ അഡ്വക്കേറ്റിനെ അങ്ങനെ ആടുന്ന് മാറ്റുന്നു. ഒരു 5-6 ഗുണ്ടകൾ വരുന്നു. ഇത്തിരി പോന്നെ എന്നോട് വട്ടത്തില് വളഞ്ഞു നിന്നിട്ട് സംസാരിക്കുന്നു. ഞാൻ അവരെ ഗുണ്ടകളുടെ ഇത് കണ്ടിട്ട് പേടിച്ചിട്ടല്ല അവിടുന്ന് മാറിയത്. ഞാൻ മാറിയത് ആ പൊന്ന് 2 മക്കളുണ്ട് അവിടെ. അപ്പൊ ആ മക്കള് അവിടുന്ന് ഈ അച്ഛൻ നല്ലൊരു ബഹുമാന്യനായ ഒരു സാറാണ്. അത് ആ മനുഷ്യൻ പോയതറിയാതെ ഒരുപക്ഷെ വേദനിക്കുന്നുണ്ടെങ്കിൽ അവിടെ കുട്ടികൾക്ക് ഞാൻ അവിടെ പോയിട്ട് ഒരു ഇഷ്യൂസ് ആക്കരുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറി നിന്നതാ. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് അവർക്ക് വേണ്ടെങ്കിൽ പിന്നീട് ദൈവം തന്നെ അവിടെ പരദേവതക്ക് വിട്ടുകൊടുത്തു. ആ മലയാളപ്പുഴ അമ്മ ഇതിന്റെ സത്യാവസ്ഥ കൊണ്ടുവരണേന്ന് പറഞ്ഞ് അവിടുന്ന് ഞാൻ സത്യം ചെയ്തു. എന്നിട്ട് ഞാൻ അവിടെ കടുംപായസം കഴിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് ഇറങ്ങി വരുന്നത്. എന്നിട്ടാണ് ഞാൻ പിന്നെ പത്തനംതിട്ട പോയിട്ട് സാറിന്റെ ബോഡി വെച്ച സ്ഥലത്ത് പോയിട്ട് കാണുന്നത്. അവിടുന്ന് കാണുന്ന സമയത്ത് ഞാൻ സെർച്ച് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് ചോര കല്ലിച്ചിട്ടുള്ളത്. കണ്ണൂർ ഭാഷയിൽ അങ്ങനെയാ പറയാ, ചോര കല്ലിപ്പ്. അപ്പൊ എവിടെയൊക്കെയാണ് അത് മാത്രമാണ് ഞാൻ നോക്കിയത്. അവിടെ അതുമല്ല, അരമണിക്കൂർ പോലും അവിടെ വെച്ചില്ല. അതിനു മുമ്പേ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് നീക്കി. പിന്നെ ഇത് ജഡ്ജിന്റെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, കണ്ണൂരിലുള്ളവർക്ക് ഇവിടെ ഒരു പൊതുദർശനം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ആൾക്കാർ അത് കണ്ടുപിടിക്കുമായിരുന്നു. ബേക്ക് ഭാഗത്തൊക്കെ ചോരപ്പാട് കണ്ടത്, കഴുത്തിന്റെ ഭാഗത്ത് കണ്ടില്ലേ? അപ്പൊ അതൊക്കെ ശാസ്ത്രീയമായ തെളിവുകളാണ് കോടതിയിൽ അവരുടെ വക്കീൽ പറഞ്ഞത്. അപ്പൊ അത് ഇവിടുത്തെ കണ്ണൂരുകാര് അത് കണ്ടുപിടിക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് 12 മണിക്ക് അവിടുന്ന് രാത്രി അതിനെ അപ്പാട് കൊടുത്തു വിട്ടത്. ഇവിടെ പൊതുദർശനത്തിൽ വെക്കാതിരുന്നത്. അപ്പൊ ഇവിടുന്ന് കൊന്നത് കൊണ്ട് അത് ഇവിടുത്തെ കണ്ണൂരുകാരെ ഒരു സമരത്തിലേക്ക് പോവും, അല്ലെങ്കിൽ അത് ഇവിടെ ഇതാവും തോന്നിയിട്ടാണ് അത് അവിടെ മെല്ലെ ടിപ്പാക്കി മാറ്റിയത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല്, ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെടുമ്പോൾ ഞാൻ ആദ്യം ഇന്നാളത്തിൽ പറഞ്ഞു തന്നെ, പോലീസ് നായ ആ മുറിയിലേക്ക് വന്ന് ദേഹപരിശോധന നടത്തി അവിടുത്തെ സാധന സാമഗ്രികളൊക്കെ ചെക്ക് ചെയ്ത് വാതിൽ അടച്ചു പൂട്ടിയിട്ട് പിന്നീടാണ് അത് ഭാര്യക്കും മക്കൾക്കെല്ലാം കൊടുക്കേണ്ടത്. അപ്പോ അതൊന്നും അല്ലല്ലോ ചെയ്തത്. അത് അവിടുത്തെ പരിയാരം മെഡിക്കൽ കോളേജിലെങ്ങാനും കൊണ്ടുപോയിട്ട് അതുവഴിയാണ് പോലീസ് വഴി പിന്നീട് തിരിച്ചു കൊടുക്കുന്നല്ലോ കേട്ടത്. അപ്പൊ അതൊന്ന്. 2, പിന്നെ ഇവിടുന്ന് ആ മുറി താക്കോല് ആരുടെ കയ്യിലായിരുന്നു സാർ അവിടെ വരുമ്പോ, അല്ലെങ്കിൽ സാറ് എവിടുന്നാണ് അവിടത്തേക്ക് തിരിച്ചെത്തിയത്, ഇതിന്റെയൊക്കെ ഒരു അന്വേഷണം ഉണ്ടായാല് ആ ഡ്രൈവറിലേക്കല്ലേ ആദ്യം ഫസ്റ്റിലെത്തുക. വീട് പൂട്ടിപ്പോയി എന്നല്ലേ പറഞ്ഞേ? അതെ, അപ്പൊ അവിടുത്തെ പെട്ടി സാധനങ്ങള് അതൊക്കെ എവിടെ അങ്ങനെ എത്തിച്ചത്, ഇതിന്റെയൊക്കെ ചോദ്യങ്ങൾ വരുന്നില്ലേ? അതിന്റെ അകത്ത് തന്നെ ഇതൊക്കെ ചോദിക്കുമ്പോഴും ഒരു വീട്ടിലുള്ളവര് രക്തബന്ധത്തിലുള്ളവര് അറിയാതെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുക, അല്ലെങ്കിൽ അകത്തുനിന്ന് അത് ഇനിയും തന്നെ ഒരു കാര്യം കൂടി ഞാൻ വിട്ടുപോയത് പറയാം. ഇപ്പം ഒരു പോസ്റ്റ്മോർട്ടം തന്നെ ഇവിടെ ചെക്കിങ് ചെയ്യുമ്പോൾ ബോഡി അകത്തും പുറത്തും മലത്തി കടത്തിയിട്ടും എല്ലാത്ത രീതിയിലും ഫോട്ടോസും വീഡിയോസും എടുക്കേണ്ടതല്ലേ പോലീസുകാർ? അപ്പൊ ആ വീഡിയോസിന്റെ അപ്പൊ അത് ഹൈക്കോടതി കൊടുത്തിട്ടുണ്ടോ ഫോട്ടോസൊക്കെ? അതായത് ഇവർക്ക് മാഡത്തിന് കിട്ടിയിട്ടുണ്ടോ? അതുപോലെ തന്നെ അതിന്റെ വീഡിയോസ് ചെക്ക് ചെയ്താല് അതിന്റെ അകത്ത് ഒരുപാട് തെളിവുകൾ കിട്ടുമല്ലോ സത്യസന്ധമായിട്ട്. അത് പോലീസുകാർ എത്രയാക്കിയാലും അതിന്റെ അകത്തും കിട്ടും. ആ ക്യാമറ തന്നെ, ആ ക്യാമറയാണ് കോടതിയിൽ ഹാജരാക്കേണ്ടത്. അന്ന് അവർ ചെയ്ത ക്യാമറ തന്നെ മെമ്മറി കാർഡ്, ആ വീഡിയോസിന്റെ ആ മെമ്മറി കാർഡാണ് അവിടെ എത്തേണ്ടത്. കാരണം അത് വീണ്ടും ഒരു വേറൊരു രീതിയിലാക്കി മാറ്റിയിട്ടുള്ള ഒരു ബോഡിയാക്കി മാറ്റാതെ അതിന്റെ അകത്തില്ല. ഇപ്പൊ നമ്മള് ഫോട്ടോസ് എല്ലാം എവിടെയൊക്കെ പാടുണ്ട് അതെല്ലാം മാറ്റാനുള്ള സംവിധാനം ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം സത്യസന്ധമായിട്ടുള്ള ഒരു അറിയേണ്ടതാണ്. കോടതി നിരീക്ഷിക്കുമ്പോൾ കോടതിക്ക് നമ്മളാണ് ഓർമ്മിപ്പിച്ച് കൊടുക്കേണ്ടത്. പൊതുജനങ്ങളുടെ ഒരു സ്വത്താണ് ബഹുമാനപ്പെട്ട ADM സാറ്. നമ്മളാണിത് അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. ഇങ്ങനെ ഓരോ തെളിവുകളുണ്ട് ആൾക്കാർക്ക് നിരീക്ഷിക്കാൻ, ഒരു മരണവുമായി സംബന്ധമായിട്ടുള്ളത്. വേറെന്താ ഇനി പറയാനുള്ളത്? പറയൂ. കുറെ ഇവിടുന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം മാറി നിൽക്കാം. ഓക്കെ, ശരി. ജഡ്ജി വിളിച്ചാൽ മതി എന്ത് കാര്യം ഉണ്ടെങ്കിലും. ഓക്കെ, ശരി സാറേ. ഓക്കെ സാർ.